ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ലേണിനോ. ഇന്നത്തെ ക്ലാസ് നമ്മുടെ ഒപ്റ്റിക്സിൻ്റെ കണ്ടിന്യൂഷനാണ്. നമ്മൾ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് അതിൻ്റെ അടുത്ത പാർട്ടാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എബൌട്ട് ഡിഫക്ട്സ് ഓഫ് വിഷൻ ആൻഡ് ദെയർ കറക്ഷൻ. നമുക്ക് ഐ ഡിഫക്ട്സും അതെങ്ങനെ കറക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഐ ഡിഫക്റ്റ് ആൻഡ് ദെയർ കറക്ഷൻ എങ്ങനെ കറക്റ്റ് ചെയ്യും എന്നുള്ളത്. ഓക്കെ, ഈ ഐ ഡിഫക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? വെൻ ദ ഐ ലോസസ് ഇറ്റ് എബിലിറ്റി ടു അഡ്ജസ്റ്റ് ഇറ്റ്സ് ഫോക്കൽ ലെങ്ത്, പ്രോബ്ലംസ് അപ്പിയർ ലൈക്ക് എ പേഴ്സൺ കനോട്ട് സീ ദ ഇമേജ് കറക്റ്റ്ലി, ദാറ്റ് ഈസ് ബ്ലറിങ് ഓഫ് വിഷൻ, അൺഎബിൾ ടു വ്യൂ നിയർ ബൈ ഒബ്ജക്റ്റ് ഓർ ഫാർ അവേ ഒബ്ജക്റ്റ്. അപ്പം നമുക്കറിയാം, നമ്മുടെ കണ്ണിലൊരു ലെൻസ് ഉണ്ട്, അതിൻ്റെ ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ ഉള്ള കഴിവ് നമുക്കുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് വിഷൻ കറക്റ്റായിട്ട് നടക്കുകയുള്ളൂ. അപ്പോൾ അതിന് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള എബിലിറ്റി ലോസ് ആകുമ്പോൾ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാവും. ചിലപ്പം നമ്മൾ കാണുന്ന ഒബ്ജക്ട്സ് ഒക്കെ ബ്ലർ ആയിട്ട് കാണും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടില്ല ഷോർട്ട് സൈറ്റ്, ലോങ് സൈറ്റ് എന്നൊക്കെ. അതായത് ഷോർട്ട് സൈറ്റ് എന്ന് വെച്ചാൽ എന്താണ്? അടുത്തുള്ള വസ്തുക്കളെ കാണാം, അടുക്കലെയുള്ളതിനെ കാണാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ലോങ് സൈറ്റ് അഥവാ ഫാർ സൈറ്റ് എന്താണ്? അകലെയുള്ള വസ്തുക്കളെ കാണാം, അടുത്തുള്ളതിനെ കാണാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളതിനെ നമുക്ക് എന്താണ് അത് കറക്റ്റ് ചെയ്യാൻ പറ്റും യൂസിങ് ഓരോ ലെൻസ്. അത് നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഐ ഡിഫക്റ്റ്. വെൻ ദ ഡിഫക്റ്റ് ഇൻ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് occurs, the person cannot see the object comfortably and distinctly. ഓക്കെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ പ്രോബ്ലം കൊണ്ടും നമുക്ക് ഐ ഡിഫക്ട്സ് ഉണ്ടാവാം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ റിഫ്രാക്റ്റീവ് ഡിഫക്ട്സ് ഓഫ് വിഷൻ. അപ്പോൾ സം ഓഫ് ദ കോമൺ ഡിഫക്ട്സ് ഓഫ് വിഷൻ ഐ ഓൾറെഡി ടോൾഡ് യു. ഷോർട്ട് സൈറ്റ്, ലോങ് സൈറ്റ് എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ അതിൻ്റെ ടേംസ് വേറെ പേരുകൾ പറയുന്നുണ്ട്, അതെന്നാന്ന് നമുക്ക് നോക്കാം. സോ സം ഓഫ് ദ കോമൺ ഡിഫക്ട്സ് ഓഫ് വിഷൻ ആർ മയോപ്പിയ ഓർ നിയർ സൈറ്റ്നെസ്. മയോപ്പിയ അഥവാ നമ്മൾ പറയും ഷോർട്ട് സൈറ്റ്, അല്ലെങ്കിൽ ഹൈപ്പർ മെട്രോപ്പിയ ഓർ ഫാർ സൈറ്റ്നെസ്, ദാറ്റ് ഈസ് എന്താ പറയും, നമ്മൾ ലോങ് സൈറ്റ് എന്ന് പറയും. അപ്പം മെയിൻ ആയിട്ടുള്ളത് പ്രോബ്ലംസ് ഇതൊക്കെ തന്നെയാണ്, മയോപ്പിയ ആൻഡ് ഹൈപ്പർ മെട്രോപ്പിയ. അതിൻ്റെ അതർ നെയിംസും എന്നാന്ന് നിങ്ങൾ നോക്കി വെച്ചിരിക്കുക. ഓക്കെ, ഇനി മയോപ്പിയ ഓർ നിയർ സൈറ്റ്നെസ് എന്താണെന്ന് നമുക്ക് നോക്കാം. മയോപ്പിയ ഈസ് കോമൺലി നോൺ ആസ് നിയർ സൈറ്റ്നെസ്. ഇൻ ദിസ് കണ്ടീഷൻ ദ പേഴ്സൺ ക്യാൻ സീ ദ ഒബ്ജക്ട് നിയർ ബൈ ബട്ട് കനോട്ട് സീ ഡിസ്റ്റൻസ് ഒബ്ജക്ട് ക്ലിയർലി. അടുത്തുള്ളതിനെ ശരിക്കും കാണാൻ പറ്റും, അകലെയുള്ളതിനെ കാണാൻ പറ്റത്തില്ല. ഓക്കെ, ഫാർ അവേ ഒബ്ജക്ട് അപ്പിയർ ബ്ലറി ആൻഡ് എ പേഴ്സൺ വിൽ നോട്ട് ബി കംഫർട്ടബിൾ സീയിങ് ദം. Myopia condition take place when the shape of the eye leads to light ray to bend in wrong way, focusing image in front of the retina rather than focusing on the retina. അപ്പോൾ നമ്മൾക്ക് കറക്റ്റായിട്ട് ഇമേജ് കാണണമെങ്കിൽ ഫോക്കസിങ് ഓൺ ദ റെറ്റിന ആയിരിക്കും. ഇമേജ് ഈസ് ഫോക്കസിങ് ഓൺ ദ റെറ്റിന. അപ്പോൾ അതിന് പകരം എന്തായിരിക്കും മയോപ്പിയ പേഴ്സൺസ് മയോപ്പിയ കണ്ടീഷൻ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? മയോപ്പിയ കണ്ടീഷൻ ടേക്ക് പ്ലേസ് വെൻ ദ ഷേപ്പ് ഓഫ് ദ ഐ ലീഡ്സ് ടു ലൈറ്റ് റേസ് ടു ബെൻഡ് ഇൻ എ റോങ് വേ. തെറ്റായ രീതിയിൽ വരുമ്പോഴാണ് എന്താ ചെയ്യണേ? ഫോക്കസിങ് ഇമേജസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ റെറ്റിന. റെറ്റിനയുടെ ഫ്രണ്ടിലായിരിക്കും ഇമേജ് വരുന്നത്. ഓക്കെ, ആ കണ്ടീഷനാണ് മയോപ്പിയ ഓർ നിയർ സൈറ്റ്നെസ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫിഗേഴ്സ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഫിഗേഴ്സ് ഒന്ന് നോക്കാം. ഫാർ പോയിന്റ് ഓഫ് എ മയോപ്പിയ ഐ. ഇപ്പം നമ്മൾ ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെന്ന് വെച്ചോ. അപ്പം നമ്മുടെ ഐ അതിനെ കാണുന്ന ഫാർ പോയിന്റ് ഓഫ് എ മയോപ്പിയ ഐ. അപ്പം പറഞ്ഞ ഇമേജ് കാണുന്ന റെറ്റിനയുടെ ബാക്കിലായിരിക്കും എന്നാണ് പറഞ്ഞത് അല്ലേ? ഇവിടെ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, വെൻ ദ ഷേപ്പ് ഓഫ് ദ ഐ ലീഡ്സ് ടു ദ ലൈറ്റ് റേസ് ടു ബെൻഡ് ഇൻ എ റോങ് വേ, ഫോക്കസിങ് ഇമേജസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ റെറ്റിന റാദർ ദാൻ ഫോക്കസിങ് ഓൺ ദ റെറ്റിന. റെറ്റിന നമ്മുടെ ഇതാണ് അല്ലേ? കണ്ണിൻ്റെ ഒരു പാർട്ടാണ് റെറ്റിന. അപ്പോൾ ആ ഒബ്ജക്റ്റ് റെറ്റിനയിൽ ഫോക്കസ് ചെയ്യുന്നതിന് പകരം അതിൻ്റെ പുറകിൽ ഫോക്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനാണ് നമ്മൾ പറയുന്നത് മയോപ്പിയ എന്ന് പറയണേ. അപ്പോൾ അത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇത് ഏത് ലെൻസാണ്? കോൺകേവ് ലെൻസാണ്. സോ കറക്ഷൻ ഫോർ മയോപ്പിയ ഐ അത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇമേജ് കാണാൻ പറ്റും. ഓക്കെ,
അപ്പോൾ ഒബ്ജക്റ്റിൻ്റെ ഇമേജ് റെറ്റിനയിൽ പതിക്കണമെങ്കിൽ നമ്മൾ ബൈ യൂസിങ് മയോപ്പിയ പേഴ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കോൺകേവ് ലെൻസാണ്. ഓക്കെ, സോ കറക്ഷൻ എങ്ങനെയായിരിക്കും? വെൻ എ കോൺകേവ് ലെൻസ് ഓഫ് സ്യൂട്ടബിൾ പവർ യൂസ് ഇറ്റ് അസിസ്റ്റ് ഇൻ ഫോക്കസിങ് ദ ഇമേജ് ഓൺ ദ റെറ്റിന. അപ്പം നമുക്ക് റെറ്റിനയിൽ ഇമേജ് വരണം, അതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ കോൺകേവ് ലെൻസ് യൂസ് ചെയ്ത് കറക്റ്റായിട്ട് ഇമേജ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ നമുക്ക് ലെൻസ് യൂസ് ചെയ്ത് നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ പറഞ്ഞ ഇതിനെക്കുറിച്ചാണ്, മയോപ്പിയാണ്. ഇനി അടുത്ത വേറൊരു ഡിഫക്ട്സ് ഉണ്ടല്ലോ, എന്താണ്? ഹൈപ്പർ മെട്രോപ്പിയ ഓർ ഫാർ സൈറ്റ്നസ്. ഹൈപ്പർ മെട്രോപ്പിയ ഓർ ഫാർ സൈറ്റ്നസ് എന്ന് വെച്ചാൽ എന്താണ്? ലോങ് സൈറ്റ്. ഹൈപ്പർ മെട്രോപ്പിയ ഈസ് ഓൾസോ നോൺ ആസ് ഫാർ സൈറ്റ്നസ്. ഇൻ ദിസ് കണ്ടീഷൻ ദ പേഴ്സൺ ക്യാൻ സീ ഒബ്ജക്റ്റ് അറ്റ് എ ഡിസ്റ്റൻസ് ബട്ട് കനോട്ട് സീ നിയർ ബൈ ഒബ്ജക്റ്റ് ക്ലിയർലി. അപ്പോൾ നമുക്ക് എന്താണ്? അകലെയുള്ളതിനെ കാണാൻ, അടുത്തുള്ളതിനെ കാണാൻ പറ്റില്ല, അല്ലേ? അതാണ് ഹൈപ്പർ മെട്രോപ്പിയ. ഹൈപ്പർ മെട്രോപ്പിയ ഈസ് കോസ്ഡ് വെൻ ദ ലൈറ്റ് റേസ് ഫ്രം എ ക്ലോസ് ബൈ ഒബ്ജക്റ്റ് ആർ ഫോക്കസ്ഡ് അറ്റ് എ പോയിന്റ് ബിഹൈൻഡ് ദ റെറ്റിന. The condition of hypermetropia is clearly expressed in the figure below. ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതായത് ഒബ്ജക്റ്റ് ബിഹൈൻഡിലായിരിക്കും, ഇമേജ് വരുന്നത് ബിഹൈൻഡിലായിരിക്കും. ഓക്കെ, ഈ ഫിഗർ നോക്കിക്കുക എല്ലാവരും. ഫിഗറിൽ എന്താണ് കൊടുത്തിരിക്കുന്നത്? ഫസ്റ്റ് നിയർ പോയിന്റ് ഓഫ് എ ഹൈപ്പർമെട്രോപിക് ഐ, സെക്കൻഡ് ഹൈപ്പർമെട്രോപിക് ഐ, കറക്ഷൻ ഓഫ് ഹൈപ്പർമെട്രോപിക് ഐ. ഓക്കെ, എങ്ങനെയാണ് അത് കറക്റ്റ് ചെയ്യണമെന്ന്. ഇതോടോ റെറ്റിനയ്ക്ക് പുറകിലാണ് ഇവിടെ ഇമേജ് വന്നിരിക്കുന്നത്. ഇവിടെ ഇത് കണ്ടോ, പുറകിലാണ്. ഓക്കെ, ഇത് നമ്മൾ കറക്റ്റ് ചെയ്ത് കറക്റ്റ് റെറ്റിനയിലാക്കും. ഓക്കെ, അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? യൂസിങ് കോൺവെക്സ് ലെൻസാണ്. യൂസിങ് കോൺവെക്സ് ലെൻസ്. ഓക്കെ, അപ്പം നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. എങ്ങനെയാണ് കറക്ഷൻ? കൺവെർജിങ് ലെൻസ് എന്ന് പറഞ്ഞ പേരാണ് കോൺവെക്സ് ലെൻസ്. അഡീഷണൽ ഫോക്കസിങ് പവർ ആൻഡ് ദസ് ഹെൽപ്പ് ഫോം ദ ഇമേജ് ഓൺ ദ റെറ്റിന. റെറ്റിനയിൽ കറക്റ്റായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് ഇവിടെയാണെങ്കിൽ എന്തായിരുന്നു? ഇതിന് മുമ്പേ ആയിരുന്നു വരുന്നത്, അല്ലേ? അപ്പോൾ അത് കറക്റ്റ് ചെയ്യാൻ നമ്മൾ കോൺകേവ് യൂസ് ചെയ്തു. ഹൈപ്പർ മെട്രോപ്പിയ കറക്റ്റ് ചെയ്യാൻ നമ്മൾ കോൺവെക്സ് ലെൻസ് യൂസ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് എന്താണ്? ഇന്ന് ഐ ഡിഫക്ട്സ്. ഓക്കെ, അപ്പോൾ ഐ ഡിഫക്ട്സിനെ കുറിച്ച് പഠിച്ചു, അതെങ്ങനെ കറക്റ്റ് ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ മെയിനായിട്ട് ഓർത്തിരിക്കേണ്ടത് ഏതൊക്കെ ലെൻസാണ് യൂസ് ചെയ്യുന്നത് എന്നാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു ഓൾ.